ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫുഡ് അടിയുടെ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇടയ്ക്ക് കൊടൈക്കനാൽ ടൂർ പോയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു നല്ല വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതൊന്ന് ഇടാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യാത്ര തിരിച്ചതിൻ്റെ രാവിലത്തെയാണ് കേട്ടോ. രാവിലെ ഒരു കടയിൽ കയറി നമ്മളൊരു ചായയൊക്കെ കുടിച്ചു. അവിടെ നേരെ നമ്മൾ ക്ഷേത്രത്തിലേട്ടാണ് പോയത്. നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് നമ്മൾ പോയി രാവിലത്തെ കാപ്പി കുടിച്ചു കേട്ടോ. നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ ചേർത്ത് രാവിലത്തെ കാപ്പി കുടിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയി കുറച്ച് ദൂരം പോയതിന് ശേഷം നമ്മൾ ഏകദേശം കൊടൈക്കനാലൊക്കെ എത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഉച്ചത്തെ ഫുഡ് കഴിച്ചു. നല്ലൊരു വെജിറ്റേറിയൻ ഫുഡായിരുന്നു കേട്ടോ. ചോറും എന്താണ് നമ്മളെ തുമ്പലയിലുള്ള ചോറും അങ്ങനെ കറികളൊക്കെ കൂടെ ചേർത്തുള്ളൊരു കൊച്ചു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം അതായത് നമ്മുടെ രാത്രിത്തെ ഫുഡാണ്, നൂഡിൽസാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ആ ഒരു ഡേ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കൊടൈക്കനാലുള്ള ഫുഡ് അടിയാണ്. അപ്പോൾ അത് രാവിലെ നമ്മൾ ഇതേപോലെ ഒരു ചായ കുടിച്ചു. അവിടെ ചായ കുടിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അങ്ങനെ ചായ കുടിച്ചു. അതിനുശേഷം നമ്മൾ കറങ്ങാനൊക്കെ ഇറങ്ങിയ സമയത്ത് അവിടെ നിന്ന് ഒരു തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം അവിടുത്തെ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ റോളാക്കി വെച്ച് മസാലയൊക്കെ ഇട്ട് അതൊരു നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയൊരു സാധനമാണ്. ഇതിൻ്റെ പേരെന്താണ് ഞാൻ മറന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം അത് വീണ്ടും ഇതേപോലെ ആ ഉരുളക്കിഴങ്ങ് റോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരെണ്ണം വാങ്ങിച്ചു, അത് കഴിച്ചു. അതിനുശേഷം നമ്മൾ പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കഴിച്ചതാണ് കേട്ടോ. ഉച്ചത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ. ചപ്പാത്തിയും കറിയായിരുന്നു. അതിനോടൊപ്പം തന്നെ മാഗിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു കേട്ടോ. ഇനി വൈകുന്നേരം നമ്മുടെ മുളക് ബജ്ജി എന്ന് പറയില്ലേ, അപ്പോൾ മുളക് ബജ്ജിയും കുറച്ച് സോസും കൂടെ വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസത്തായിരുന്നു കേട്ടോ. രാവിലത്തെ ചായ കുടിച്ചു. ചായ കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നേരെ പളനിയിലോട്ട് പോകാനുള്ള ട്രിപ്പ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അവിടെ നേരെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരിടത്തുനിന്ന് ഇഡ്ഡലിയും നമ്മുടെ ചമ്മന്തിയും സാമ്പാറൊക്കെ ഇവിടെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് നമ്മൾ നേരെ പളനി പോയി കോവിലൊക്കെ പോയി തൊഴുതിട്ട് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് വന്നൊരു ലെമൺ ജ്യൂസ് കുടിച്ചു കേട്ടോ. ലെമണും ഉപ്പും പഞ്ചസാരയും കൂടി രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ലെമൺ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് വന്നപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പും മുളകും ഒക്കെ ഇട്ട് കിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കണ്ട് അത് വാങ്ങിച്ചു, അതും കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നേ. അതിനുശേഷം കുറച്ച് ദൂരം പോയപ്പോഴാണ് നമ്മുടെ ഇത് കിട്ടിയ കേട്ടോ, നമ്മുടെ ഞാവൽപ്പഴം. അങ്ങനെ അധികം നമ്മൾ കാണാറില്ലല്ലോ, എന്നാലും കണ്ടപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ വാങ്ങിച്ചു. ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ. താങ്ക്